എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ T10 സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാർട്ട് 2 വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ T10 സീരീസിൽ നമ്മളൊരു 10 ചോദ്യങ്ങൾ, നമ്മുടെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ഞാൻ ടൈമും തരും. അതിനുശേഷം ഞാൻ ആൻസറും പറയും, അതിന് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളെല്ലാം പറയും. അപ്പോൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് -1. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സ് കുറയ്ക്കുക, ഒപ്പം നിങ്ങളുടെ സ്കോറും കൂട്ടുക. ഓക്കെ, അപ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ദ മാക്സിം റെസ് ഇപ്സ ലോക്യൂറ്റർ മീൻസ് ഓപ്ഷൻ എ ഗുഡ്സ് വിത്തൗട്ട് ആൻ ഓണർ, ഓപ്ഷൻ ബി ഇൻ ഗുഡ് ഫെയ്ത്ത്, ഓപ്ഷൻ സി ഗുഡ് ഫെയ്ത്ത് ഈസ് ടു ബി പ്രിസർവ്ഡ്, ഓപ്ഷൻ ഡി ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. റെസ് ഇപ്സ ലോക്യൂറ്റർ എന്ന് പറയുന്നത് തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. അപ്പോൾ ലീഗൽ മാക്സിമിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ടോർട്ടിൻ്റെ സബ്ജക്റ്റിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റൻ ആണിത്. ഈ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ടോർഷ്യസ് ആക്ടിന് ഡയറക്റ്റ് എവിഡൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ സംഭവത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഡിഫൻഡൻറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ വീട് ഒരു റോഡ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ റോഡാണ്. അപ്പോൾ എൻ്റെ വീട് ഇരിക്കുന്ന ഒരു 2ാം നിലയിലാണെന്ന് വിചാരിക്കും, എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ ഫ്ലാറ്റിൻ്റെ ഈ ജനലിൻ്റെ സൈഡിൽ വലിയൊരു കനമുള്ളൊരു പൂച്ചട്ടി ഫ്ലവർ വേസ് ഞാൻ വെച്ചു. അപ്പോൾ എനിക്കറിയാം ഈ പൂച്ചട്ടി എങ്ങാനും നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ തലേ വീഴുമെന്ന് എനിക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നെഗ്ലിജൻസ് കാണിച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യും, അവിടെ പൂച്ചട്ടി വെക്കുന്നു, എൻ്റെ കൈ തട്ടി അത് ഒരാളുടെ തലയിൽ പോയി വീഴുന്നു, അയാൾക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പൂച്ചട്ടി ആ ഒരു എന്താ പറയുക ജനലിൽ അവിടെ വെക്കുന്നത് തന്നെ ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഓൾറെഡി ഇൻഫേർഡ് ആണ്. അവിടെ ഓൾറെഡി നമുക്കവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഡിഫൻഡൻറ്റ് അവിടെ റോങ്ഫുൾ ആക്ട് ചെയ്തിട്ടുണ്ടെന്നും ആൻഡ് ഹി ഓർ ഷീ ഈസ് ലയബിൾ ഫോർ ദ ടോർഷ്യസ് ആക്ട്. ഓക്കെ, അതാണ് റെസ് ഇപ്സ ലോക്യൂറ്റർ എന്ന് പറയും. 2ാം ചോദ്യം നമുക്ക് നോക്കാം. ലോയേഴ്സ് ആർ ഓഫീസേഴ്സ് ഓഫ് കോർട്ട് and are constituted into an independent profession under the option A Indian Penal Code, option B Criminal Procedure Code, option C Advocates Act 1961, option D Constitution of India. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അഡ്വക്കേറ്റ്സ് ആക്ട് 1961. ഇന്ത്യയിലെ ലീഗൽ പ്രാക്ടീഷണേഴ്സ് അഡ്വക്കേറ്റ്സും അതുപോലെയുള്ള ലീഗൽ പ്രാക്ടീഷണേഴ്സിനെ പറ്റിയുള്ള നിയമം, അവരുടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് ആക്ട് 1961. അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസായ ഓൾ ഇന്ത്യ ബാർ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാർ കൗൺസിൽസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആസ് പെർ ദി സ്റ്റാറ്റ്യൂട്ട് അഡ്വക്കേറ്റ്സ് ആക്ട് 1960. അപ്പോൾ ഇന്ത്യയിൽ അഡ്വക്കേറ്റ്സും ലീഗൽ പ്രാക്ടീഷണേഴ്സിനായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസും അവരുടെ എൻറോൾമെൻറ്റ്, ലീഗൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വക്കേറ്റ്സ് ആക്ട് 1961 എന്ന ആക്റ്റും അതുവഴി വന്നിട്ടുള്ള ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം വന്നിട്ടുള്ള ബോഡീസാണ് നമ്മുടെ ഓൾ ഇന്ത്യ ബാറും അതുപോലെ സ്റ്റേറ്റ് ബാർ കൗൺസിൽസും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഹാസ് ബീൻ ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എ സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ ബി UK, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി USSR. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, USA ആണ് ഇതിൻ്റെ ആൻസർ. ഈ കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നതാണ് ഈ ചോദ്യം പറയുന്നത്. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും നിയമങ്ങൾ പാസ്സാക്കുകയാണെങ്കിൽ ആ നിയമങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിക്കോ ഹൈക്കോടതിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അസാധുവാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെപ്റ്റ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇന്ത്യയിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ടൊരു നിയമം പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഹൈക്കോടതിനും സുപ്രീം കോടതിനും ജുഡീഷ്യൽ റിവ്യൂ എക്സസൈസ് ചെയ്ത് ആ നിയമം എന്ത് ചെയ്യാൻ പറ്റും, എടുത്തു കളയാൻ പറ്റും. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ USA നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി USA നിന്ന് നമ്മൾ എടുത്തുള്ള മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഏതാ, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് നമ്മൾ USA നിന്ന് എടുത്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ US നിന്ന് എടുത്തി. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അത് നമ്മൾ USA നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ അത് നമ്മൾ USA നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ USA നിന്ന് എടുത്തിട്ട് മറ്റുള്ള ഏതൊക്കെയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്,
പ്രിയാമ്പിള്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഇംപീച്ച്മെൻറ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ള എന്താ പറയുക അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള അസസറി ആയിട്ടുള്ള ഫാക്റ്റുകളും പഠിച്ചു വയ്ക്കുക. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ USSRൽ നമ്മൾ എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ USSR നമ്മുടെ സോവിയറ്റ് യൂണിയനിൻ്റെ ഇവിടുന്ന് എടുത്താണ് നമ്മൾ. അങ്ങനെ UK നിന്ന് എടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഏതാ? പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. നമ്മൾ UK നിന്നാണ് എടുത്തിരിക്കുന്നത് നമ്മൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹു ഹാവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു ഓഡിയൻസ് ഇൻ ഓൾ ഇന്ത്യൻ കോർട്സ്? ഓപ്ഷൻ എ സോളിസിറ്റർ ജനറൽ, ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ, ഓപ്ഷൻ സി അഡ്വക്കേറ്റ് ജനറൽ, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അറ്റോർണി ജനറലാണ് ആൻസർ. നമുക്കറിയാം അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞ ആളുടെ ഫംഗ്ഷൻ എന്താ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക്കീലാണ് എന്ത് പറയുന്നത്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റോർണി ജനറൽ ഈസ് ദ ചീഫ് ലോ ഓഫീസർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഈസ് ദ ചീഫ് ലോ ഓഫീസർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ലീഗൽ മാറ്റേഴ്സിൽ അഡ്വൈസ് കൊടുക്കുക. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസുകൾ കോടതിയിൽ ഹാജരാവുക. സെൻട്രൽ ഗവൺമെൻറ്റുകൾ കക്ഷികളായിട്ടുള്ള കേസുകളിൽ കോടതിയിൽ ഹാജരാവുക. ഇതാണ് അറ്റോർണി ജനറലിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഈസ് ദ ചീഫ്, ഹി ഓർ ഷീ ഈസ് ദ ചീഫ് ലീഗൽ ഓഫീസർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഓക്കെ, ആർട്ടിക്കിൾ 76. ഓക്കെ, ആർട്ടിക്കിൾ 76ലാണ് 76ലാണ് അറ്റോർണി ജനറലിനെ പറ്റി പറഞ്ഞത്. ആ അറ്റോർണി ജനറൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു പവർ കൂടി, ഹി ഹാസ് ദ റൈറ്റ് ടു ഓഡിയൻസ് ഇൻ ഓൾ ഇന്ത്യൻ കോടതി. ഇന്ത്യയിലുള്ള ഏതൊരു കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയൻസ് ചെയ്യാനുള്ള പോവാനുള്ള റൈറ്റ് അവർക്കുണ്ട് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ഈസ് ദ ചീഫ് ലോ ഓഫീസർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ലീഗൽ മാറ്റേഴ്സിൽ അഡ്വൈസ് കൊടുക്കുക. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുകൾ കക്ഷിയായിട്ടുള്ള മാറ്ററിൽ പോയി കോടതിയിൽ അപ്പിയർ ആവുക. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട്? ഓപ്ഷൻ എ ഫാത്തിമ ബീവി, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി സുജാത മനോഹർ, ഓപ്ഷൻ ഡി ജാനകി അമ്മ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അന്ന ചാണ്ടി. ഓക്കെ, അന്ന ചാണ്ടി ഈസ് ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട്. ഇനി ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്? അതാരാണ്? അത് ഫാത്തിമ ബീവിയാണ്. അത് ഫാത്തിമ ബീവിയാണ്. ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്? ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്? അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് ആൻ ഐ ഫോർ ആൻ ഐ and a tooth for a tooth relates to dash theory. Option A reformative, option B deterrent, option C retributive, option D preventive. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, റിട്രിബ്യൂട്ടീവ്. ഇത് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു 4 or 5 ടൈപ്സ് ഓഫ് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ്. അപ്പോൾ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് അറിയാത്തവർ അതൊന്നും ഇരുന്ന് പഠിക്കാം. സ്ഥിരമായിട്ട് അത്യാവശ്യം ചോദ്യം ചോദിക്കുന്ന ഒരു ഏണ്. ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള പണിഷ്മെൻറ്റ് അത് ഏതിലാണ് പറയുക? റിട്രിബ്യൂട്ടീവ് ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റിലാണ് പറയുന്നത്. അതെന്താണ് ആ റിട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു വിക്ടിമ് ഒരു വിക്ടിമ് എന്ത് വിഷമത്തിലൂടെയാണ് എന്ത് പെയിനിലൂടെയാണ് കടന്നു പോയതെന്ന് അത് ആ കുറ്റം ചെയ്ത ആളും അറിയണം. അതാണ് ഈ റിട്രിബ്യൂട്ടർ തിയറി ഓഫ് പണിഷ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The oldest high court in India? Option A Calcutta, option B Delhi, option C Kerala, option D Allahabad. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കൽക്കട്ടയാണ്. കൽക്കട്ട ഹൈക്കോർട്ടാണ് ഈസ് ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, കൽക്കട്ട ഹൈക്കോർട്ടിന് കീഴിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൽക്കട്ട ഹൈക്കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ എവിടെയൊക്കെ ഉണ്ട്? കൽക്കട്ട ഹൈക്കോർട്ട് ജൂറിസ്ഡിക്ഷൻ എക്സ്റ്റെൻസ് ടു വെസ്റ്റ് ബംഗാൾ ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൽക്കട്ട ഹൈക്കോർട്ടാണ്. അത് വെസ്റ്റ് ബംഗാളിൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കട്ട ഹൈക്കോർട്ടാണ്. കേരള ഹൈക്കോർട്ടിന് കേരളത്തിലും ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അതുപോലെ ലക്ഷദ്വീപിലും ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് എട്ടാം ചോദ്യം. ഇൻ ജസ്റ്റിസ് കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ റിലേറ്റ്സ് ടു? ഓപ്ഷൻ എ റൈറ്റ് ടു പ്രൈവസി, ഓപ്ഷൻ ബി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓപ്ഷൻ ഡി റൈറ്റ് ടു പ്രസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റൈറ്റ് ടു പ്രൈവസി. ജസ്റ്റിസ് കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്, വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. ഇനി റൈറ്റ് ടു പ്രൈവസി ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്?
അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ ഏത് ആർട്ടിക്കിളിലാണ് റൈറ്റ് ടു പ്രൈവസി ചോദ്യം വരിക എന്നുള്ളത്, റൈറ്റ് ടു പ്രൈവസി പറയുന്നുള്ളത് ഒന്ന് കണ്ടെത്തി പഠിക്കുക. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ അത് കണ്ടെത്തി പഠിക്കുക. ഓക്കെ, റൈറ്റ് ടു പ്രൈവസി ഈസ് ഇംപ്ലിസിറ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which is the Supreme Court judgment? SC എന്ന് Supreme Court ആണ്. Which is Supreme Court judgment which struck down 497 section 497 of IPC as unconstitutional? Option A, Joseph Shine vs Union of India. Option B, Subramania Swamy vs Union of India. Option C, Shreya Sangal vs Union of India. Option D, none of the above. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഈ സെക്ഷൻ 497 ഓഫ് IPC അത് സ്ട്രക്ക് ഡൗൺ ചെയ്തത് അല്ലെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയത് സുപ്രീം കോടതി ഏത് ജഡ്ജ്മെൻറ്റിലൂടെയാണെന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ഈ സെക്ഷൻ 497 എന്താണെന്ന് അറിയണ്ടേ? സെക്ഷൻ 497 ഓഫ് IPC എന്താണ് പറയുന്നത്? അഡൽട്ടറി അവിഹിതം, അഡൽട്ടറിയാണ് സെക്ഷൻ 497 ഓഫ് IPCയിൽ പറയുന്നത്. അപ്പോൾ 497 IPC എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ തന്നെ ഈ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് നോക്കി വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് വിച്ച് ഹെൽഡ് ട്രിപ്പിൾ തലാഖ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ? ഏത് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റിലൂടെയാണ് ട്രിപ്പിൾ തലാഖ്, മുത്തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയത്, അതായത് നിയമവിരുദ്ധമാക്കിയതെന്നാണ്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാക്കിയത്. ഓക്കെ, ഓപ്ഷൻ എ കത്താർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി സൈറ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി തഹസീൻ പുനാവാല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബനോ ബീഗം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തി പഠിക്കുക. അറിയാത്തവർ കണ്ടെത്തി പഠിക്കുക, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു പാർട്ട് 2 വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വിട്ടുപോയാൽ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം നമുക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം. ഇപ്പം ഞാനിവിടുന്ന് 10 ചോദ്യം തരുന്നുള്ളൂ. ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ ഒതുങ്ങരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആണ്. ഉറപ്പായിട്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ബെസ്റ്റ് വിഷസ്, താങ്ക് യു.